മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കമ്പനിയുടെ പകുതി ഷെയർ മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി എന്നറിഞ്ഞ് ഒന്നടക്കം തകരുകയാണ് ശത്രുക്കളെല്ലാം. ഇതേസമയം കരുണയ്ക്കാണ് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കരുണ വല്ലാണ്ട് അങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ട് ഉണ്ണിയോട്. ഉണ്ണിയെ ചവിട്ടി താഴ്ത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കരുണ. പിന്നീട് കാണിക്കുന്നത് വാമനും അതുപോലെ മേഘനും പ്രതാപനെയാണ്. പ്രതാപൻ അവരോട് പറയുന്നുണ്ട്, എൻ്റെ മോളുടെ കണ്ണീര് എനിക്ക് എങ്ങനെയെങ്കിലും ഒപ്പിയാൽ മതിയാവൂ. കാര്യം അവളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും എന്നെല്ലാം പറയുന്നു. കണ്ണൻ്റെ പേരിൽ തന്നെ സ്വത്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ബാക്കിയുള്ള സ്വത്തുക്കളും കൂടി അവളുടെ പേരിൽ എഴുതിയെന്ന് അറിഞ്ഞാൽ പിന്നെ എൻ്റെ മോൾക്കത് സഹിക്കാൻ പറ്റുമോ, നമ്മൾക്കും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. ഇനി എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൃത്യം ചെയ്യാൻ പോകുന്നത്. ഇനി എന്നെ പിടിക്കപ്പെട്ടാൽ പോലും ഞാൻ നിങ്ങൾ രണ്ടുപേരുള്ള കാര്യം ഒരു കാരണവശാലും അവരോട് പറയുകയും ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രതാപൻ അവിടുന്ന് പോകുന്നുണ്ട്. വാമനാണ് മേഘനോട് പറയുന്നുണ്ട്, ഈ പ്രതാപനെ ചൂട് പിടിപ്പിച്ച് നിർത്തിയാൽ മതി, എല്ലാ കാര്യങ്ങളും അവൻ തനിയെ തന്നെ ചെയ്തോളും, അതിന് നേട്ടങ്ങളുണ്ടാകാൻ പോകുന്നത് നമുക്ക് തന്നെയാണെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനെയാണ് കാണിക്കുന്നത്. പ്രതാപനാണെങ്കിൽ മാർക്കോനെയാണ് കൊട്ടേഷനായിട്ട് ഏൽപ്പിക്കുന്നത്. അത് ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ണൻ്റെയും മഹിയുടെയും. ഇത് കാണുന്ന മാർക്കോ പറയുന്നുണ്ട്, ഇത് കണ്ണൻ സാറാണല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇയാൾ തന്നെയായിരിക്കും തോമസ് വൈദ്യരുടെ അടുത്തേക്ക് കണ്ണൻ സാറ് ട്രീറ്റ്മെൻറ്റിന് വന്നപ്പോൾ അവിടെയും ആളെ വിട്ട് കൊല്ലാൻ ശ്രമിപ്പിച്ചത് ഇയാൾ തന്നെയായിരിക്കും. എന്തായാലും ഇയാൾക്കിട്ടൊരു നല്ല മുട്ടൻ പണി തന്നെ കൊടുക്കണമെന്ന് മാർക്കോ വിചാരിക്കുകയാണ്. മാർക്കോനെ കാണുന്ന പ്രതാപന് ഒരു തോന്നൽ വരുന്നുണ്ട്, ഇവൻ എന്തായാലും കണ്ണനെ വകവരുത്താനായിട്ട് സാധിക്കും, എൻ്റെ മോൾക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ കഴിയുമെന്നെല്ലാം പ്രതാപൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോനോട് പ്രതാപൻ പറയുന്നുണ്ട്, ഇവർ ഓഫീസിൽ പോകുന്ന സമയത്ത് വേണം ഇവരുടെ വണ്ടി തടഞ്ഞു നിർത്താനും, അതുപോലെ അവിടെ വെച്ചിട്ടൊന്നും ചെയ്യേണ്ട, അവരെ എന്തെങ്കിലും കൊടുത്ത് ഒന്ന് ഓർമ്മ കെടുത്തിയ ശേഷം വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ട് വേണം ഇവരെ തട്ടിക്കളയാനെന്നെല്ലാം പറയുന്നുണ്ട്. കാര്യം നടന്നു കഴിഞ്ഞാൽ ഒട്ടും ഒരു കുറവും ഇല്ലാണ്ട് തന്നെ ഞാൻ പറഞ്ഞ തുക നിൻ്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കുമെന്നും വാക്കു പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടുന്ന് പോവുകയാണ്. ശേഷം മേഘനാണെങ്കിൽ കമലേശ്വരത്ത് വന്നിട്ട് ഉണ്ണിയോടായിട്ടും ദുർഗയോടും അതുപോലെ മഞ്ജുവിനോടും കരുണയോടൊക്കെ പറയുന്നുണ്ട്, ഇനി എന്തായാലും നമുക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. പ്രതാപൻ അങ്കിൾ നല്ലൊരു കൊട്ടേഷൻ തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കണ്ണൻ്റെയും മഹിയുടെയും ഫോട്ടോയും സഹിതം കൊടുത്തിട്ടുണ്ട്. എന്തായാലും കണ്ണനെ കൊല്ലുന്നതോട് ചിലപ്പോൾ മഹിയും പോകാൻ സാധ്യതയുണ്ടെന്നെല്ലാം മേഘം പറയുന്നത് കേട്ട് കരുണ വളരെയേറെ സന്തോഷിക്കുകയാണ്. പിന്നീട് പ്രതാപനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, ഈ പ്രാവശ്യം ഏൽപ്പിച്ചിരിക്കുന്ന കൊട്ടേഷൻ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു നടന്നിരിക്കുമെന്ന് ഉറപ്പുണ്ട് അമ്മേ. എന്തായാലും കണ്ണൻ്റെ ജീവനറ്റ ശരീരമായിരിക്കും ഇനി കമലേശ്വരത്തേക്ക് എത്താൻ പോകുന്നതെന്നെല്ലാം അമ്മയോട് പറയുന്നു. ഇത്രയും നാൾ നമ്മൾ ചെയ്ത എല്ലാ പരിപാടികളും പാഴായിപ്പോയി, എന്തായാലും ഇതെന്തായാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിക്കുമെന്നെല്ലാം പറഞ്ഞ് പ്രതാപൻ അമ്മയോട് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. ഇതൊന്ന് നടന്നു കഴിഞ്ഞാൽ എൻ്റെ കരുണമോളുടെ സന്തോഷം, ചിരിക്കുന്ന ഒരു നല്ല മുഖം എനിക്ക് കാണാൻ കഴിയും. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി തീരുമെന്നും പറയുന്നുണ്ട്. മാർക്കോ ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഈ കൊട്ടേഷൻ എനിക്ക് തന്നെ കിട്ടിയത് നന്നായി, അതുകൊണ്ട് എനിക്ക് കണ്ണൻ സാറിനെ രക്ഷിക്കാൻ പറ്റുമല്ലോ, മറ്റാർക്കെങ്കിലും ഇത് കൊടുത്തിരുന്നെങ്കിൽ അവരത് ചെയ്തിട്ട് പോയേനെ എന്നെല്ലാം മാർക്കോ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ വഴിയരികിൽ കണ്ണൻ്റെ കാറ് വരുന്നത് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ കാറ് വരുന്നത് കണ്ടിട്ട് കണ്ണനെയും അതുപോലെ മഹാലക്ഷ്മിയെയും അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് മാർക്കോ. ഇതെല്ലാം അറിയുന്ന പ്രതാപനും കൂട്ടരും വളരെയേറെ സന്തോഷിക്കുകയാണ്, ഇവർ മിസ്സിംഗ് ആണെന്ന് അറിയുന്നത് നിമിഷം. അങ്ങനെ മാർക്കോ ആണ് കണ്ണനോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ രക്ഷിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്നും പറയുന്നു. മാർക്കോനെ കാണുമ്പോൾ മഹാലക്ഷ്മി അതിശയത്തോട് പറയും, കണ്ണേട്ട ഇത് തന്നെയാണ് എന്നെ രക്ഷിച്ച അന്ന് ഗുണ്ടകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ആള്, തോമസ് വൈദ്യരുടെ അടുത്തു നിന്നും എന്നെ രക്ഷിച്ചതും ഈ പയ്യൻ തന്നെയാണെന്ന് കണ്ണനും മഹിയോട് പറയുന്നുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, എന്നെ പ്രതാപനാണ് കൊട്ടേഷൻ ഏൽപ്പിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.